ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇപ്പൊ അച്ഛന്റെ കയ്യിൽ നിന്നോട് പറയാനൊരു പരിഹാരം ഇല്ല. എന്റെ മോൻ ചെയ്യുന്ന തെറ്റിന്റെ പേരില് നിന്നോട് മാപ്പ് ചോദിക്കാം എന്നല്ലാതെ. അയ്യോ അച്ഛ, അങ്ങനെയൊന്നും പറയരുത്. അച്ഛനും അമ്മയും വിഷമിക്കുന്നത് ഒരു കാരണവശാലും എനിക്ക് സഹിക്കില്ല. ഞാനിവിടെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് നിന്നോളാം. നിങ്ങളെ നോക്കിയും പരിചരിച്ചും ഒക്കെ. അതിനുള്ള അവകാശം എനിക്ക് നിഷേധിക്കാതിരുന്നാ മതി. മോളെ, കണിമംഗലത്ത് വരുണ്ട ഭാര്യയായിട്ട് കടന്നു വന്നത് നീയാ. ഇവിടെ ആരെന്ത് ചിന്തിച്ചാലും ശരി, അച്ഛന്റെ അമ്മയുടെ മനസ്സില് നീ ഞങ്ങളുടെ മകളാ. മോളങ്ങോട്ട് ചെല്ല്. പാവം, അതിനോട് എന്താ പരമേശ്വരേട്ടാ നമ്മൾ പറയാ? നമ്മളെ ചതിച്ചില്ലേ നമ്മുടെ മോൻ? കണക്കുകൂട്ടലുകൾ ഒന്നാകെ പാളിപ്പോയി. ജീവിതത്തിലെ ധൈര്യം അവനായിരുന്നു. തോൽപ്പിച്ചില്ലാതാക്കി കളഞ്ഞു അവൻ. ആലോചിച്ചൊന്നും വരുത്തി കൂട്ടല്ലേ. ഇപ്പൊ നമ്മൾ പിടിച്ചു നിന്നേ പറ്റൂ പത്മിനി. യശോദേ, ആ നിലവിളക്ക് ഇങ്ങോട്ട് എടുത്തോ. അകത്തൊന്ന് നിലവിളക്ക് എടുത്തോണ്ട് വരാനല്ലേടി നിന്നോട് പറഞ്ഞത്? എന്നിട്ട് എന്താ ചെയ്യാതിരിക്കുന്നേ? വലിയ വലിയ നേട്ടങ്ങളൊക്കെ കഴിഞ്ഞ് മക്കള് കുടുംബത്തേക്ക് കയറി വരുമ്പോഴേ വിളക്കെടുത്ത് സ്വീകരിക്കണമെന്ന് നിനക്ക് അറിഞ്ഞൂടെ? കണിമംഗലത്ത് നിന്ന് നിന്നെ പുറത്താക്കിയല്ലേ? അനുജത്തിയുടെ ഭർത്താവിനെ കിടപ്പറയിലേക്ക് വിളിച്ചു കയറ്റിയവളെ പിന്നെ എന്ത് ചെയ്യണം? പൂവിട്ട് പൂജിക്കണമായിരുന്നു.